സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. നമസ്കാരം എല്ലാവർക്കും. എന്താ പറയുക, നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാസ്ഗോയിലാണ്. അറിയാലോ, നമ്മുടെ രണ്ടാൾക്കാരും പോയി. ഇനിയിപ്പോൾ നമ്മുടെ രണ്ടുപേരും മാത്രമേ ബാക്കിയുള്ളൂ. റാഷിയും റൌഫും നേരെ ലണ്ടനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രകൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ട് അങ്ങോട്ടോ. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഗ്ലാസ്ഗോ സിറ്റിയാണ്. കണ്ടിടത്തോളം ആളും അനക്കം ഒന്നുമില്ല. അതിന് കോവിഡിന്റെ ലെവൽ 3 ആണ്. അപ്പോൾ അനാവശ്യമായിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വളരെ കുറവ്. ബട്ട് സ്റ്റിൽ ഓരോരോ ഷോപ്പുകളും കാര്യങ്ങളും ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം അല്ലേ. ഈ ഒരു സ്കോട്ട്ലാൻഡിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എഡിംബ്രോ ആണ്. പക്ഷേ എഡിംബ്രോ ആണെങ്കിൽ തന്നെ ബിസിയസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഈ ഗ്ലാസ്ഗോ ആണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഒരു മനുഷ്യനില്ല. നോക്കി നിങ്ങൾ വണ്ടിയുടെ നോക്കണ്ട, അത് ചെറിയൊരു സ്ട്രീറ്റ് ബ്ലോക്ക് ആയതാണ്. ഇവിടെ വാക്കവേൻ്റെ ഒക്കെ റൂട്ട് വേറെയുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഒരാളില്ല കേട്ടോ. ഇത് ബസ്സാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരാളില്ലാത്ത അവസ്ഥ. ലണ്ടൻ സിറ്റിനെക്കാട്ടി ഡ്രൈ ആണല്ലോ ഇവിടെ. ആ സത്യം, ഇതിനെക്കാട്ടി ആൾക്കാരുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. അവിടെ നമ്മുടെ സ്ട്രീറ്റ് ഇപ്പം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് നല്ലൊരു ഇതുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു വൈബ് കിട്ടുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു തടാകമാണ്, ഗ്ലാസ്ഗോയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് അരയന്നങ്ങളൊക്കെ ഉണ്ടോ, സ്വാൻസ് അരയന്നങ്ങൾ. ഇപ്പോൾ അതേ മൂപ്പരടുത്ത് അതിൻ്റെ ഒരു ഫുഡൊക്കെ ഉണ്ട്. ഇതെന്താ ബ്രോ സംഭവം പറ? ഇത് ഡക്ക് ഫുഡാണ്. നമ്മൾ പാർക്കിലൊക്കെ വാങ്ങാൻ കിട്ടും. 1 പൗണ്ടുള്ളൂ ഈ പാക്കിന് മൊത്തത്തിൽ. നമുക്ക് പുറത്തുള്ള ബ്രെഡ് കാര്യങ്ങളൊന്നും ഇതിന് കൊടുക്കാൻ പറ്റില്ല. ഇതിന്റെ തൊണ്ടയിലൊക്കെ ഒടുങ്ങി ഇതെന്തായി പോകും, ചത്തു അല്ലേ? ചത്തു. അതുകൊണ്ട് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു പൗണ്ടിന് ഡക്ക് ഫുഡ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ കൊടുക്കേണ്ടത്? ഇത് ജസ്റ്റ് ഒന്നുമില്ല വെള്ളത്തിലേക്ക് എറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ അതെല്ലാം ഇവിടെ കൈ അടിക്കുവാ? ഇല്ലല്ലോ, ഒന്നും. പക്ഷെ എന്തല്ല ഒന്നാ വെള്ളം അടിക്കുന്ന കണ്ട് ഞാൻ കൊടുത്തു കിട്ടുണ്ടോ? ഓക്കെ, ബ്രോ ഒന്ന് ക്യാമറ കൊടുത്തോ. യാ ബ്രോ ഗൈസ്, ഫുൾ ഇടരുതേ, കുറച്ച് കൈ അടിക്കലടാ തെണ്ടി. സോറി, തരൂ. ആക്രാനം കാണിക്കരുത്. ബേക്കിലേക്ക് ഞാൻ കൊടുക്കട്ടെ ആദ്യം. ആള് കൂടിയല്ല, എല്ലായിടത്തും പഠിച്ചോടെ നിങ്ങൾ നോക്കിയത് ഫുൾ ആള് കൂടി കേട്ടോ. പ്ലീസ് എന്നെ കടിക്കില്ലേ എന്നുള്ളത്. മീൻ ഇരുപത് എടുക്കുന്നുണ്ടല്ലോ. അടിപൊളി. മെല്ലെ മെല്ലെ കൊടുത്താൽ തിന്നാലോ. മറ്റേ വെള്ളത്തിൽ താഴെ പോലെ ഫുഡ് ഇഷ്ടം. ഇത് താഴെ പോകുന്നില്ല ബ്രോ. താഴെ പോകാൻ ഇവരെ വിടുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് കളിക്കില്ല പ്ലീസ്. വിഷമുണ്ടല്ലോ എല്ലാവർക്കും. ഈടെ ഫുഡ് കൊടുക്കുന്നില്ലേ? എന്താ ഇത് ആൾക്കാർ ഫുഡൊന്നും കൊടുക്കാതെ? പിന്നെ എന്താ പറയുക, അതുപോലെ ഗ്ലാസ്ഗോയിൽ നമുക്ക് കുറച്ച് മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മലയാളീസ് ഉണ്ട്. പക്ഷേ അറിയാം, ഇവിടുത്തെ ആൾക്കാർ ശരിക്കും അവർ ബേസിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം വെറുതെ തന്നെ അവർ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്ന് വെച്ചാൽ മീറ്റപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ കുറച്ച് ഒരു 5-6 പേര് ഇവിടെ കാണാൻ വന്നിരുന്നു. അവരൊന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ ബ്രോ. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? പേര് പറഞ്ഞു? ഇമ്മാനുവൽ. ഇവിടെ ഗ്ലാസ്ഗോയിലാണ്. ഇവിടെ വന്നിട്ട് ഇപ്പം 13 years ആയി. ചേച്ചിയാണ്. എൻ്റെ പേര് അലീഷ. ഹായ്, എൻ്റെ പേര് ഡോണ. ഇവിടേക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയുണ്ടാവും. നമ്മൾ ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഡോണാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എഡിംബ്രോ എന്നാണ് ഇങ്ങോട്ട് വരുന്ന ആളെ. അതെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ. ഹായ് സെബിൻ. ഇവിടെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് കിടക്കുന്നു. ഒരു സെക്കൻഡ്, ഹസ്ബൻഡാണ്. അടിച്ചുപൊളിച്ച് കിടക്കുന്നതിൻ്റെ ചുള്ളൻ ചക്കാണ് എൻ്റെ മുങ്ങേണ്ട വിളയാണെന്നുണ്ടോ? യാ ബ്രോ. ഹായ്, എൻ്റെ പേര് ആദിഷ്. ഞാൻ ഇവിടെ ക്ലാസ്സിൽ തന്നെ എഡിംബ്രോയിൽ പഠിക്കുന്നത്. ഇങ്ങോട്ടായി. അടിപൊളി. എന്ത് തോന്നുന്നു ലൈഫ് ആസ് എ റെസിഡന്റ്, ആസ് എ വിസിറ്റേഴ്സ് എന്ത് തോന്നുന്നു? നിങ്ങൾ വന്നവരാണ്, ഇവരിവിടെ ഉള്ളവരാണ്. നേച്ചർ ഇഷ്ടമാണെങ്കിൽ സ്കോട്ട്ലൻഡിലോട്ട് വന്നോ. പിന്നെ ഇവിടെ നമുക്ക് മൗണ്ടൻ ഏരിയസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. നേച്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് താമസിക്കാം. പിന്നെ നല്ല ബെനിഫിറ്റ് ഒക്കെ കിട്ടും. ഇവിടെ സിറ്റിസൺ ആണെങ്കിൽ മാസം പൈസ കിട്ടുന്നുണ്ട്. അല്ല അതല്ലേ, ഈ ജോലിക്ക് പോകാത്തവർക്ക് കിട്ടുന്ന മാസം ശമ്പളം കിട്ടുന്ന പരിപാടി ഇല്ലേ? അത് ഇങ്ങനെ ബെനിഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഗവൺമെന്റിൽ നിന്ന് ചേരും. ഇങ്ങനെ ഹോംലെസ് ഒക്കെ ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കിട്ടലുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ടല്ലേ? ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് കൊടുക്കില്ല. അടിപൊളി. ഹാപ്പി എല്ലാവരും? ഓക്കെ. യാ, സോ നമ്മളിനി ഇവിടെ നേരെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്ഗോ സിറ്റി ഇപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ
ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും ഒരേ ടൈപ്പ് ബിൽഡിങ്സും ഒരേ ടൈപ്പ് കാര്യങ്ങളുള്ള. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി വാക്കിയിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. കാരണം നമ്മൾ ലണ്ടനിൽ കണ്ട അല്ലെങ്കിൽ ഇൻവേർണേഴ്സിൽ കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ അയർലൻഡിലേക്കാണ് പോകുന്നത്. അയർലൻഡിൽ നോർത്തേൺ അയർലൻഡിലേക്കാണ്. അവിടെ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അടിപൊളി കാഴ്ച കാണാൻ പോകുന്നത്. കാരണം ബെൽഫാസ്റ്റിലേക്കുള്ള ഫെറി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂർ നമ്മൾ ഫെറിയിൽ പോകുന്നത്. കാറൊന്നും എടുക്കുന്നില്ല, നമ്മൾ ഫെറിയിലെ കപ്പലാണ് അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ റീസണൊക്കെ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കി ചീസ് പറ, ഇങ്ങോട്ട് നോക്കി ചീസ് പറ. ചീസ് പറഞ്ഞേ, അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മനീഷ് ബ്രോ ഹായ് പറഞ്ഞു. ഹലോ, ആരാണിത്? പറഞ്ഞോ ഒരു ഹായ് പറഞ്ഞു നിങ്ങൾ. ഹായ്, ഓൾ ദി ബെസ്റ്റ് മല്ലു ട്രാവൽ. സ്കോട്ട്ലൻഡ് അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിയാം. സ്കോട്ട്ലൻഡ് കടന്ന് ഇനി യൂറോപ്പിൽ പോയി പൊളിക്ക്. ഓക്കെ, അപ്പം മൂപ്പരുടെ മോളാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം 1 മണിക്കൂർ വീട്ടിൽ. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ലഞ്ചിന് ക്ഷണിച്ചു, ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടി. ഇവിടെ ആണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഓടുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളില്ല. ഓ ഓ ഓ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. വാറ്റ് കള്ളവാറ്റാണോ? ഞാൻ ക്യാമറയിലെടുത്തേ. ഗൈസ്, നാടൻ വാറ്റ് കേന്ദ്രം നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വാറ്റ് എവിടെ? ഇവിടുത്തെ പോലീസിനെ വിളിച്ചു വേണം കേട്ടോ. നാടൻ വാറ്റ്, മലയാളി അറസ്റ്റിൽ. നാടൻ വാറ്റ് സ്കോട്ട്ലൻഡിൽ എന്താ പറയുക, നാടൻ വാറ്റ് വിൽപ്പന നടത്തിയ മലയാളി അറസ്റ്റിൽ. ഇതെന്താ സാധനം? ഇത് വാറ്റ് ഇങ്ങനെ ഇത് ഇനി നമുക്ക് ഡിസ്റ്റിലറി ചെയ്യണം. ഇവിടെ ലീഗലാണ്, ഡിസ്റ്റിലറിങ് ലീഗലാണ്. നോക്കി മോളെ, പപ്പ വാറ്റ് തുടങ്ങിട്ട് നോക്കി. നമുക്കിവിടെ 5 ലിറ്റർ വരെ ലീഗലായിട്ട് നമുക്ക് ഡിസ്റ്റിലറി ചെയ്യാം. ഓക്കെ, സോ അത് സ്കോട്ട്ലൻഡിൽ മാത്രമേ ഉള്ളൂ, ഇംഗ്ലണ്ടിൽ ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ തുറക്കാൻ പറ്റുമോ? അത് ഇങ്ങോട്ടൊന്നും മോളെ, നീ അതിനെടുത്തേക്കണ്ട. അത് ക്ലീൻ ചെയ്യണം. കോടാന്ന് വെച്ചാൽ ഇതെന്താ സാധനം? ഇത് ഇതിനെ ഇനി ഇതെന്താ? ഇതിപ്പോ എന്താ മുതലെന്താ? ഇതില് ഷുഗർ, ഈസ്റ്റ്, പൈനാപ്പിൾ, ഫ്രൂട്ട്സ്. നമ്മൾ ഒരു വിസ്കി ഉണ്ടാക്കാൻ പോയ എടുത്തു പോലെ തന്നെ. നിങ്ങൾക്ക് മണം കിട്ടല്ലേ? അതാണ് നല്ല മണം കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല ജ്യൂസിന്റെ മണമല്ലോ. അതെ അതെ, ജ്യൂസിന്റെ മണമാണ്. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത്? ഇനി ഇത് നമ്മുടെ കുക്കർ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റിലറി ചെയ്യും. ഡിസ്റ്റിലറി വാറ്റും. ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ സ്റ്റീം ചെയ്ത് അതിൽ നിന്ന് ആവിയാണ് പുറത്തു വരുന്നത്. ആവിയാണ് ചാരായം. അതെ, സ്കോട്ട്ലൻഡിൽ ചാരായ വിൽപ്പനയാണ് പണി അല്ലേ? നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഹായ്, ബാക്കോട്ട് പോയല്ലേ, ഇങ്ങോട്ട് വാ. ഹായ് പറഞ്ഞേ. ഹായ്. അങ്ങോട്ട് പോണ്ട ചേച്ചി. മൈ നെയിം ഈസ്, പേര് പറ. പേരെന്താണ്? 1 വയസ്സ് 8 മാസം. എന്നോട് പേര് പറയുന്നതായിട്ടില്ല. ചീസ്, ഓള് ചീസ് പറയുന്നത്. എനിവേ എന്താ പറയുക, ഒരുപാട് കാലമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എൻ്റെ ഫ്രെയിമിലേക്ക് കൂടി കാണിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പം ഭയങ്കര ഹാപ്പി. ഒരുപക്ഷെ അവർ കുടുംബം ഹാപ്പി ആയിട്ടുണ്ടാവും. വാ ടാറ്റ, പോവാം, വാ. അപ്പം ഇനി എന്താ പറയുക, ഇനി നമ്മൾ പോവാണ് അയർലൻഡിലേക്കാണ്. ഇവിടെ ഒരു ഫാക്ടറിക്ക് വീൽസൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ആക്കി. പക്ഷേ കോവിഡ് കാരണം മൊത്തം വെള്ളത്തിലായിട്ടുള്ള ഇട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ ടാറ്റ ടാറ്റ. വീഡിയോയിൽ ടാറ്റ പറ, ടാറ്റ പറ. വെയിലാണ്ടോ? ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ. ബൈ 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 പറ. ചീസ്, ബൈ. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടൊരു സൈഡാക്കിയതാണ്. അപ്പം എന്തേ നമ്മൾ റോഷൻ ബ്രോ ഓടിപ്പിടിക്കുന്നുണ്ട്. ഒന്ന് സംഭവം നോക്കാനോ? ഇത് കണ്ടോ, നമ്മുടെ ഒരു അപ്പൂപ്പൻ വണ്ടിയിൽ പോകുന്നുണ്ടോ, ചെറിയൊരു വണ്ടിയിൽ. ഹായ് സർ, യുവർ നെയിം? My name is Carr. My name is Bob Carr. Okay. Yeah. So you're from? I'm from about 10 miles away. 10 miles away. So where are you going now? Yes, I'm going another 10 miles. Okay. So what about this bicycle? You want to say something? This is what's called a recumbent trike. Okay, it's customized? No, I just bought it the way it is. Okay. There's 2 or 3 bits and pieces. I put on mirrors and what have you like. Okay. So it's fine.
Are you a cycler before? ഇത് സൈക്കിളുണ്ട്, ഇവർ ഇങ്ങനെ ചവിട്ടി കടന്നിട്ട് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ വീടില്ല, കാരണം ഇതിന് എക്സ്ട്രാ വീൽസ് ഉണ്ട്. നമ്മുടെ സാധാരണ ട്രൈക്കപ്പ് പോലെ ഫ്രണ്ടിലും ബാക്കിലും വീൽസ് ഉണ്ട്. ഇവിടെ വെള്ളം വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുപോലെ ഇതാണ് ഇതിന്റെ ബ്രേക്ക്, റൈറ്റ് സർ? No, these are the brakes, yes. ഓക്കെ, ഇതാണ് ഇതിന്റെ ബ്രേക്ക് വരുന്നത്. ഇതാണ് ഇതിന്റെ കൺട്രോൾ. ഇതിന്റെ കൺട്രോൾ. This is a parking brake. ഇതൊരു പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. Parking brake, yes. So this is how you control left and right. Yes, these are just mirrors to let me know just what's happening behind. ഓക്കെ, വണ്ടിയുടെ സൗണ്ടിലാണ് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇവർ ഫ്രണ്ടിൽ നിന്ന് ചവിട്ടുമ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന്. Okay. So how much is worth this bicycle? Well, if you're to buy this brand new, you're talking about £8,000. 8,000 pound. What it you? 8 ലക്ഷം റുപ്യയുടെ സൈക്കിളാണ് ഇത്. 8,000. 8,000. 8,000 pound. It's worth it. Yeah. Worth it. Yeah. I bought this from a frame. I built this up myself. I just bought the frame and built it up. Oh, you build up? Yes. Okay. I bought the frame and I built up the rest of it. Okay, പുള്ളി ഫ്രെയിം ഇതൊക്കെ വാങ്ങി. അദ്ദേഹം ഫ്രെയിമൊക്കെ വാങ്ങിയിട്ട് ഇതാക്കിയതാണോ. നിങ്ങൾ സൗണ്ട് കേൾക്കാൻ ഞാൻ പറഞ്ഞത് വണ്ടിയെല്ലാം ഹൈ സ്പീഡ് ആവുന്നതാണ്. ഈ ഹൈ സ്പീഡ് ട്രാക്കിലൂടെയാണ് ഇദ്ദേഹം വളരെ സ്ലോയിൽ സൈഡിലൂടെ പോകുന്നത് കേട്ടോ. ഓക്കെ സർ, ഹൗ ഓൾഡ് ആർ യു? 83. 83. Yes. 83 years young. Yeah, you're still young, we know that. 83 years young. Yeah. Thank you. The head is still 21. It's the rest of the body that has to down. ഇപ്പോഴും ബ്രെയിനിൽ 21. പറഞ്ഞ മനസ്സിലായോ? മൂപ്പരെ തലച്ചോറ് ഇപ്പം 21 ശരീരം മാത്രമേ 83 ആയിട്ടുള്ളൂ. മനസ്സിലായോ? പ്രായം എന്ന് പറഞ്ഞാൽ തലച്ചോറിന് പ്രായമില്ലാന്ന്, ശരീരത്തിനാണ് കേട്ടോ പ്രായം. നോട്ട് ദ പോയിന്റ്. നല്ലൊരു പോയിന്റ് അത്. താങ്ക് യു സോ മച്ച്. Thank you very much. You want to say something to the youngsters? You want to say something to the To the youngsters? youngsters. To the youngsters, Yeah. to your family, Yeah. To youngsters To all the around youngsters. the globe. Youngsters all over the globe. Get on your bike. Get on your bike. Get on your bed. Get on your bike, yeah. Get on your bike or bed? Bike. 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 Oh. Yeah. Get cycling. Get cycling. So you're a cycler before? No, I started cycling. Okay. Thank you. You're welcome. Thank you very much for your time. Yeah. Thank you. Very welcome. Appreciate it. Take care. Yeah. Take care. Thank you so much. Yeah. Thank you. very Yeah. സംഭവം കിടിലം മനസ്സിലാട്ടോ പറയുന്നത് കേട്ടോ. എൻ്റെ തലച്ചോറ് ഇപ്പോൾ 21 ഞാൻ എൻ്റെ ശരീരം മാത്രമേ വയസ്സായിട്ടുള്ളൂ. സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുന്ന ഞാൻ പറഞ്ഞത് 8 ലക്ഷം രൂപ ആ സൈക്കിളിന് വിലയുണ്ട്. പിന്നെ അത് അദ്ദേഹം അതിന് ഫ്രെയിം വാങ്ങിയിട്ട് ബിൽഡ് ചെയ്താണ്. റെഡിമെയ്ഡ് വാങ്ങണം ആ റേഞ്ചിലുണ്ടെന്ന് പറഞ്ഞത്. 3 വീലുണ്ട്, ചവിട്ടിക്കറൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, മെയിൻ റോഡിൽ കൂടെയാണ് പോകുന്നത്. ബാക്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. അവർക്ക് കാണാൻ വേണ്ടി ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. യെസ്, 60 മൈൽസിൽ പോകുന്ന റോഡുള്ളത്. വണ്ടികൾ ഇപ്പോൾ സ്ലോ ആക്കി മെല്ലെ പോകും. പിന്നെ ഒരുപാട് ഇപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഇല്ലേ നോക്കി, ഇപ്പോൾ വണ്ടികളൊന്നുമില്ല. ഞാൻ മൂപ്പർ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ചറവറ വണ്ടികൾ പോകുന്നുണ്ട്. സോ അങ്ങനെ നമ്മളിങ്ങനെ ഓൺ ദി വേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തി. ഈ ഒരു പോർട്ടിലെത്തി. പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം. സംഭവം ഇവിടെ നമ്മൾ ലേറ്റ് ആയിട്ട് എത്തിയത്. പിന്നെ നമ്മളിവിടെ ബാഗൊക്കെ തൂക്കിയിട്ടാണ് നമ്മൾ അയർലൻഡിൽ പോകുന്നത്. കാണാൻ കാർ എടുക്കുന്നില്ല. കാർ ഇവിടെ ഈ ഒരു പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ കാറിന് ഏകദേശം ഒരു 380 പൗണ്ട് നാട്ടിൽ 300 പൗണ്ട് അല്ലേ ബ്രോ? 300 പൗണ്ട് ഉണ്ട്. 30,000 രൂപയാണ് കാർ ഇപ്പം അക്കരെ കൊണ്ടുപോകാനുള്ള ചിലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ ചിലവ് ചുരുക്കാമെന്ന് വെച്ചു. രണ്ടാമത് അവിടെ ഞങ്ങൾക്ക് വേറൊരു കാറും വേറൊരു മലയാളിയും ഉണ്ട്. പിന്നെ അയർലൻഡിൽ പോകുമ്പോൾ നമുക്ക് മാക്സിമം ഇംഗ്ലണ്ടിൽ നിന്നുള്ള വണ്ടി എടുത്ത് പോകുമ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് ഈ ഫെറിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അകത്ത് കയറി ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ടിക്കറ്റിന് ഫെയർ എത്രയാണ്? ടിക്കറ്റിന് 40 പൗണ്ട്. ഓക്കെ. ഇത് സംഭവം എയർപോർട്ട് പോകുന്നതാണ്. അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മളിത് ഷിപ്പ് അവിടെ ലോങ് കാണുന്ന ഷിപ്പാണ്. നമ്മൾ സാധാരണ ഈ ഫ്ലൈറ്റിലൊക്കെ കയറി ബോർഡിൽ നിന്ന് പറയുന്ന ഷിപ്പിലേക്ക് ഇരിക്കോ? നോ, എസ്കലേറ്റർ വർക്കാതില്ല. നടക്കലേ രക്ഷയുള്ളൂ. നല്ല രസമാണ് കാഴ്ചകൾ. ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട ഷിപ്പ് കേട്ടോ. വിമാനത്തിലൊക്കെ കയറുന്ന ആ ഒരു ഫീൽ ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഷിപ്പിൽ കയറിയിട്ടുണ്ട്. ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് വെൽക്കം ഓൺ ബോർഡ് സൂപ്പർ ഫാസ്റ്റ്. ഇതാണ് ഈ ഒരു ഷിപ്പിൽ നിന്ന് കയറാൻ പോകുന്നത്. ഇങ്ങോട്ടൊക്കെ അവർ ക്യാമറ അലൗഡ് ഇല്ല, അതുകൊണ്ടാണ്.
വളരെ മനോഹരമാണ്. എന്താ രസം നോക്കി. യാ സോ നമ്മൾ കയറാൻ പോകുന്നത് സ്റ്റെന സൂപ്പർ ഫാസ്റ്റ് 8 എന്ന് പറഞ്ഞ ഒരു ഷിപ്പിലാട്ടോ. വാ എന്താ രസം നോക്കി. ഇതെന്താ നമ്മൾ എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീ കയറുമല്ലോ കാണുമ്പോൾ. യാ യെസ്. ഇപ്പോൾ ഡോർ ക്ലോസ് ചെയ്തു. പാസഞ്ചേഴ്സൊക്കെ വന്നു. മൂപ്പർ അവിടെ ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ്ഡ്. നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മളെ നമ്പർ എത്രയാ? ഇവിടെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്പർ എത്ര എന്നുള്ളത്. നമുക്ക് ഈ ഒരു വലിയ ബോർഡിൽ അടിച്ചാൽ കിട്ടും. എത്ര? ഡെക്ക് 7 നമ്മളുള്ളത്. 27. ആ ചോദിച്ചു നോക്കാം മൂപ്പരോട്. You know where is the seat? Yeah, straight down bottom. Yeah, there's brown door. You okay? There's keypad on the right hand side. That's a 4-digit code, okay? Yeah. What's the door? ഓക്കെ, ഇത് റെസ്റ്റോറൻ്റ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റ് ആണ്. നല്ല വൃത്തിയിട്ട് ഭയങ്കര സൈലൻ്റ്. നമ്മളൊരു കപ്പലിലുള്ള അതൊരു ഫീൽ നമുക്ക് കിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ക്രൂസ് ഷിപ്പിൽ വിളിക്കായിരുന്നു. പക്ഷേ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു ഡ്രീം ഉണ്ടായിരുന്നു എനിക്ക്. മല്ലുവിൻ്റെ കൂടെയാണ് തോന്നുന്നത് എനിക്ക്. എല്ലാ ക്രെഡിറ്റും മല്ലുവിന് മാത്രമേ. താങ്ക് യു. നമുക്ക് ആദ്യമേ ലഗേജിൽ അവിടെ കൊണ്ടുവയ്ക്കാം. അല്ല നമ്മൾ പിച്ചക്കാരെ പോലെ കാണും. ഇതേ ബാഗിൽ നോക്കി നോക്കി നിന്നെ കാണാൻ. നിന്നെ പിച്ചക്കാരനെ പോലുണ്ട് ബാഗിൽ നോക്കി പോകുന്നതാണുമ്പോൾ. നാട്ടിലൊക്കെ നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്ന വഴിയാണ്. കൊടുത്ത വിട്ട ഫുഡാണ്. ഷിപ്പ് അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഒരു പോർട്ടിൻ്റെ പേര് കർണിയാക് എന്നാണ്. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ബെൽഫാസ്റ്റിലേക്കാണ്. നേരത്തെ പറഞ്ഞത് അയർലൻഡിലേക്കാണ്. പക്ഷേങ്കിൽ ഈ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ കർണിയാക് എന്നുള്ളത് സ്കോട്ട്ലൻഡിൻ്റെ ഭാഗമാണ്. നമ്മൾ പോകുന്ന ബെൽഫാസ്റ്റ് എന്നുള്ളത് നോർത്തേൺ അയർലൻഡിൻ്റെ ഭാഗമാണ്. രണ്ടും 2 ടൈപ്പ് ഓഫ് പ്ലേസാണ്. അതുപോലെ കൺട്രീസ് വേറെ 2 രാജ്യങ്ങളാണ്. പിന്നെ ഈ നോർത്തേൺ അയർലൻഡ് തന്നെ അയർലൻഡും നോർത്തേൺ അയർലൻഡും രണ്ടാണ്. ഒരിക്കലും അയർലൻഡ് അല്ല നോർത്തേൺ അയർലൻഡ്. നോർത്തേൺ അയർലൻഡ് പണ്ട് അയർലൻഡിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് അത് ഡിവൈഡ് ചെയ്തിട്ട് നോർത്തേൺ ഭാഗം എന്തായി ഈ ഒരു UK ഭാഗത്തോട് ചേർന്നു. അപ്പോൾ UK ആൾക്കാർക്ക് അവിടെ ആക്സസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അയർലൻഡ് എന്നുള്ള വേറെ തന്നെ പാസ്പോർട്ടും വേറെ തന്നെ ആൾക്കാരായിട്ട് മാറി. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് നമുക്ക് ഫ്ലൈ അല്ല 2.5 മണിക്കൂറാണ് നമുക്ക് സെയിൽ വരുന്നത്. ഓക്കെ സോറി കേട്ടോ, ഫ്ലൈറ്റിൽ എപ്പോഴും ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് കപ്പലിൽ കയറിയൊരു ഫ്ലൈ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് 8 പൗണ്ടാണ്. 800 ഇന്ത്യൻ റുപ്പീസാണ് ടിക്കറ്റ് വരുന്നത്. നമുക്കിത് കണ്ടോ ഒരു സീറ്റ് കിട്ടും. ഇവിടെ നമുക്ക് ചാർജിങ് സ്പോട്ടും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ലൈറ്റുമാണ് നമുക്കിവിടെ ലൈറ്റ് അവൈലബിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ആൾക്കാരൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കോവിഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ് എംപ്റ്റിയാണ്. ആകെ ഒരു 4-5 സീറ്റ്സ് മാത്രമേ ഇവിടെ കേട്ടോ, അത്രയേ ഉള്ളൂ. 4-5 സീറ്റ് മാത്രമേ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടെ പൈസ കൂടുതൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ 20 പൗണ്ടൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കിവിടെ സിംഗിൾ റൂം തന്നെ കിട്ടും. നമുക്ക് ബെഡ്റൂമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഡബിൾ റൂം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ റൂം തന്നെ കിട്ടും. 2 ആൾക്ക് ഒരുമിച്ച് കിടക്കാൻ വേണ്ടി ഡബിൾ റൂം കിട്ടും. ലക്ഷറി വേണമെന്നുണ്ടെങ്കിൽ ലക്ഷറി കിട്ടും. ഒരു അടിപൊളി ഒരു ഷിപ്പാട്ടോ. അകത്തൊക്കെ പല സ്ഥലത്തും കയറി നോക്കി. അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ജിമ്മുണ്ട്, അതുപോലെ തിയേറ്റേഴ്സ് ഉണ്ട്, ഗെയിം സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ കാണിച്ച ഒരു ട്രക്കേഴ്സിന് സ്പെഷ്യൽ പ്ലേസുകളുണ്ട്, ഒരുപാട് പ്ലേസുകളുണ്ട്. പിന്നെ പുറത്ത് ഇപ്പോൾ നമുക്ക് ഇറങ്ങാം. മൂവിങ് ആയി കുറച്ച് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാൻ പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, എനിക്ക് കാലുകുത്താൻ പോകുന്നത് എൻ്റെ 32ാമത്തെ രാജ്യമായ അയർലൻഡിലേക്കാണ്. ഐ എം സോ ഹാപ്പി. നമ്മളിപ്പോൾ ഡെക്കിലുള്ളത്, ഡെക്കിലെ കാഴ്ചയെല്ലാം കാണിച്ചിടാം. വാവ്, സമയം രാത്രി ഒരു എന്താ പറയുക 8 മണിയാകാറ് കേട്ടോ. 8 മണി സമയത്തെ കാഴ്ചയിലാണ് നമ്മൾ ഈ കാണുന്നത്. ടൈറ്റാനിക് എനിക്ക് ഓർമ്മയുണ്ട്. പഠിച്ചവരെ മുങ്ങിക്കഴിഞ്ഞത് പൈസക്കാർ കയറാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ബോട്ടാണിണ്ട്. ഞാൻ 8 പൗണ്ടിന് ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് ചിലപ്പോൾ എന്നെ വേഗം കയറ്റില്ല കേട്ടോ. ടൈറ്റാനിക് മൂവി കണ്ടവർക്കറിയാം, അതിൽ അവർ ഫസ്റ്റ് തന്നെ രക്ഷപ്പെടുന്നത് പൈസക്കാരായിരുന്നു. അവിടെയും അവർ പൈസക്കാർക്കാണ് വില കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ 8 പൗണ്ടിന് ടിക്കറ്റ് എടുത്ത് എനിക്ക് ഇതിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. മുങ്ങാണ്ട് കിട്ടി. ബാക്ക് സൈഡൊക്കെ കാണിച്ചിടാം. അപ്പോൾ ഇത് വലിയ ബോട്ടാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ പോകാനൊക്കെ പറ്റും തോന്നുന്നത്, പൈസക്കാർക്ക് മാത്രം. ഇവിടെ ഇരിക്കാനുള്ള ചെയർസാണ് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ എൻ്റെ മൊബൈൽ റൂമിലുണ്ട്. വിശ്വാസം. വാവ്, താഴെയിൽ കാർഗോ സെക്ഷനാണ്. ഇറാനിൽ ഞാൻ ഇതേപോലെ ഫെറി പോയിരുന്നു. പക്ഷെ ഇത്ര വലിയ ഫെറി ഒന്നും ആയിരുന്നില്ല. നോക്കിയാൽ താഴെ നോക്കിയാൽ ഇത് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കോൾഡ് സ്റ്റോറേജ് ആണ്. എന്തെങ്കിലും എന്താ പറയുക
നശിച്ചു പോകുന്ന സാധനങ്ങളൊക്കെ, അതുകൊണ്ടാണ് ആ ഫ്രീസർ അവിടെ വർക്കാവുന്നത്. ഇതൊക്കെ കാർസാണ്. ബ്രോ ഈ ഭാഗത്തുണ്ട് ഇതേത് സ്ഥലം? ഏത് ഐലൻഡ് ഏതാ? സ്കോട്ട്ലാൻഡിന്റെ എൻഡാണത്. ആ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നില്ല പോർട്ട്, ആ പോർട്ടിന്റെ ഏറ്റവും തലയാണത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ഏരിയാസ്. ആദ്യമായിട്ട് ഷിപ്പിൽ കയറുന്നല്ലേ? ആ പേന് ഊരി പോകണം നോക്കോ. ഞാൻ ദുബായിലേക്ക് ഇവിടുന്ന് ക്രൂസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ 10 വർഷമായിട്ട് എനിക്ക് ആ ഭാഗ്യമില്ല. ഭാഗ്യം ഇപ്പം ബ്രോന്റെ കൂടെ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. മെറ്റലാട്ടോ മുഴുവനും. പിന്നെ അതുപോലെ തന്നെ ഈ കൊറോണയുടെ പാൻഡമിക് സമയത്ത് ലോകത്ത് ഒരുപാട് ക്രൂസിങ് ഷിപ്പുകൾ എന്ന് വെച്ചാൽ ആഡംബര കപ്പലുകൾ പൊളിച്ചു മാറ്റുകയുണ്ട്. മെയിനായിട്ട് ഇവർ പൊളിച്ചു മാറ്റാൻ കൊണ്ടുമ്പോൾ തുർക്കിയിലാണ്. ഞാൻ ഡോക്യുമെൻ്ററി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൽ കാണുമ്പോൾ സങ്കടം വന്നേ. കാരണം വലിയ വലിയ ഷിപ്പുകൾ, അതിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ വലിയ ഷിപ്പുകളാണ്. ആ ഷിപ്പുകളൊക്കെ അവർ ചെറിയ റേറ്റിനല്ല അവർ പൊളിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഒരു ഷിപ്പ് പൊളിക്കാതെ എത്രയോ മാസങ്ങളെടുക്കും. എന്നിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ തൂക്കി വിട്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പൈസ ആ ഒരു മുടക്കി പൈസ അവർ പിന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ബോട്ടില്ലേ, ആ ബോട്ടാണിത്. ഇതാണ് നേരത്തെ കണ്ട ബോട്ട്. നല്ല റെഡ് കളറൊക്കെ ആയിട്ട്. ഓക്കെ, ഇവിടെ സ്ലിപ്പറാണ്, വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കയറിയണം. കുഴപ്പമില്ല, ഞാൻ നല്ല ഷൂ ഇട്ടിന്. നമ്മളങ്ങനെ ഡെക്കിലുള്ളത്. ഭയങ്കര കാറ്റാണ്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇരിക്കാൻ പറ്റുമെന്ന്. കാരണം ഇനി മുകളിൽ വേണ്ട. ഇനി മുകളിലുണ്ടോ? ആ ഇത് ക്ലോസ് ചെയ്തോ, മുകളിലേക്കില്ല ഓപ്പൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. അടുത്ത വർഷം കാണുന്നത് പിന്നെ സ്കോട്ട്ലൻഡാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ കറങ്ങി അടിച്ച് വന്നത്. നമ്മൾ നേരെ പോകുന്നത് അയർലൻഡിലേക്കാണ്. മറന്നു പോരുത്. ആ ബ്രോ നല്ല കാറ്റാ. കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും ഒക്കെ പോകുന്ന ജീവി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞോട്ടോ. ഇപ്പം അതാണ് അവസ്ഥ. നമ്മൾ ഫ്ലൈ ചെയ്തിട്ട് വന്നു, കരയിലേക്കൂടെ പോയി, ഇപ്പം നമ്മൾ വെള്ളത്തിലേക്കൂടെ പോകുന്നു. നടക്കുമ്പോൾ ഇല്ലേ ശരിക്കും നമ്മളിങ്ങനെ കള്ളു കുടിച്ച് നടക്കുന്ന പോലെ ഫീലാണ്. കാരണം സ്ലിപ്പറി അല്ല, പക്ഷെ എന്തുകൊണ്ടാ വണ്ടികൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതുപോലെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കള്ളു കുടിച്ച് ആടി ആടി പോകുന്നു. ഇവിടെ ചെറിയൊരു ബോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ 8 പൗണ്ട് കൊടുത്ത് യാത്ര ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടാന്ന് തോന്നുന്നു. റെസ്ക്യൂ ബോട്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കാറ്റുമില്ല, ഒരു വെള്ളമില്ല, ഒന്നുമില്ല. നമ്മൾ നാട്ടിലേതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയൊരു ഫീലാണ്. അത് വാർഷികതല്ലോ. ഫ്ലോർ 9. ഒച്ചപ്പാടാക്കല്ലോ സാധാരണ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കയറി പോകുന്നത് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർക്ക് കിട്ടിയ അവാർഡ്സൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് വന്നാൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി കീപ്പ് ആൻഡ് കാമാണ്. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റ്സ് പല കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് എവിടെ വന്നിട്ട് കയറി എടുക്കാം. ഭക്ഷണമൊന്നും കൊടുത്തിട്ട് ഫ്രീ ഒന്നുമില്ല, നമ്മൾ അതിന് പൈസ കൊടുക്കണം. ഡ്യൂട്ടി ഫ്രീ ആണ്. ഡ്യൂട്ടി ഫ്രീ കാണുമ്പോൾ അല്ലേ? ആ ഓപ്പണാ? ഓപ്പണാണ്, പക്ഷേ എനിക്ക് കാര്യമുണ്ടോ നമുക്കതൊന്നും വാങ്ങാനില്ല. മേക്കപ്പ് കിറ്റും കാര്യങ്ങളും വാങ്ങിയിട്ട് എന്താക്കാം. Which bike you have? Which bike you have? BMW. Which one? GS 100. Okay. 1200cc. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കലാണ്. ഇതാണോ നേരത്തെ മൂപ്പര് അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയായത് പാർസലൊക്കെ തന്നെ. നല്ല മീനും ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈയും. ഈ ഹോട്ടലിലുള്ള അല്ലെങ്കിൽ ഈ കപ്പലിലുള്ള ഈ ഫുഡ് കിട്ടൂല. നമ്മൾ എന്താക്കി നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിച്ചു. വളരെ സുഖസുന്ദരത്തോടു കൂടി ഒരു പീസ് മീൻ എടുത്ത് അടിപൊളി കേട്ടോ. കഴിക്കട്ടെ, കഴിച്ചിട്ടാണോ?
സമയം ഇവിടുത്തെ ഏകദേശം 9:10. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂർ ആകാനായിട്ട്. ഞാൻ പറഞ്ഞിരുന്നു 2 മണിക്കൂറാണ് ഇവിടുത്തെ ഷിപ്പിംഗ് സെയിലിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം, അതാണ് അയർലൻഡിൻ്റെ ഒരു ഭാഗമാണത് ഗൈസ്. സോ അങ്ങനെ എന്താ പറയുക, സോ ഹാപ്പി, സൂപ്പർ ഹാപ്പി. നോർത്തേൺ അയർലൻഡിൻ്റെ ഒരു ഭാഗം ഇതൊക്കെ. എത്താറായി, നല്ല തണുപ്പുണ്ട്. 9 മണിയായിട്ടും സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നുള്ളൂ. നമുക്ക് ഈ സമയത്തൊക്കെയാണ് ഇവിടെ സൂര്യാസ്തമയം കിട്ടുന്നത്. ഇപ്പോൾ ഡെക്കിലൊന്നും ആരുമില്ല. എനിക്ക് പുറകിലിരിക്കുന്നുണ്ടോ കുറച്ച് പ്രായമായ ദമ്പതികൾ, അവർ ആക്ച്വലി ബൈക്കേഴ്സാണ്. ഈ ഷിപ്പിൽ എനിക്ക് തോന്നുന്നു 10-40-50 മിനിമം ബൈക്കേഴ്സാണ്. ഞാനിപ്പോൾ എല്ലാവരും എണ്ണി നോക്കിയിട്ടാണ്. ഇവർ അയർലൻഡുകാരാണ്. ഇപ്പം അയർലൻഡ് നമ്മൾ ഫെറി കയറിയിട്ട് ഇവിടെ പോയി ഇറങ്ങി ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ UK പല ഭാഗങ്ങൾ, സ്കോട്ട്ലൻഡ് പോലത്തെ പല ഭാഗങ്ങൾ റൈഡ് ചെയ്ത് തിരിച്ചെല്ലാവരും ഇങ്ങോട്ട് വന്ന് ഈ ഫെറി കയറി തിരിച്ച് ഇവർ നാട്ടിലേക്ക് പോകും കേട്ടോ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവർ 2 രാജ്യങ്ങളായിട്ട് റൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ലോക്കൽസിനെ എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റും. ഒരു ബിഗ് ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സാണ്. ഞാൻ എല്ലാവരും ഹെൽമെറ്റ് ആയിടുമ്പോൾ ഞാൻ വെച്ചിരിക്കും ഏതാ വണ്ടി ഉപയോഗിക്കുന്നത്. 30 ഉപയോഗിക്കുന്നത് CB 1000 ആണ്. പിന്നെ ഓരോ ആൾക്കാർ 1200 GS ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 10-15ഓളം ബൈക്കേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി ഇരുന്നിട്ട് ഏതാ വണ്ടി എടുക്കുന്നത് ആവും ഞാനും ബൈക്കറാണ്, ഏതാ വണ്ടി എടുക്കുന്നത് ആവും ഞാനും ബൈക്കറാണ്. പിന്നെ എൻ്റെ വണ്ടിയുടെ ലിസ്റ്റ് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അവർക്ക്. സോ നമ്മൾ എത്താറായി, ഫ്യൂ മൈൽസ് കൂടെ ബാക്കിയുള്ളൂ. നല്ല പീസ്ഫുൾ, നല്ല തണുപ്പ് ഇങ്ങനെ വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കുന്നുണ്ട്. താഴെ വയ്ക്കുന്നത് തട്ട് ഇപ്പം തട്ടുള്ളിൽ ആക്കുന്നുണ്ട്. അവിടെ കണ്ടോ നിങ്ങളൊരു ബോർഡിങ്ങിന് കണ്ടോ അവിടെ, അതുവഴിയാണ് ആൾക്കാർ ഇറങ്ങുന്നത് കയറുന്നത് കേട്ടോ. നമുക്കിപ്പോൾ അതുവഴിയാണ് പോകേണ്ടത്. ഓക്കെ, ഇനി ഇറങ്ങാം. എന്താ പറയുക, എൻ്റെ 32ാമത്തെ കൺട്രിയായ നോർത്തേൺ അയർലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നാളെ പോലും നമ്മൾ കാണുന്നത് നോർത്തേൺ അയർലൻഡിലെ കാഴ്ചകളായിരിക്കും. എല്ലാവരും ഇതേപോലെ കൂടെ നിൽക്ക് സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പുറത്തൊരു മലയാളി അറിയാലോ നമ്മുടെ കയ്യിൽ കാറുമില്ല. നമ്മുടെ ഇങ്ങനെ സാധനം നോക്കിയിട്ട് പോകുന്നുണ്ട്, ചന്തക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി വേണം, അതുപോലെ സപ്പോർട്ട് വേണം. അതിനൊക്കെ ആൾ പുറത്ത് ഓൾറെഡി റെഡിയാണ്. ഡിന്നറൊക്കെ പ്രിപ്പയർ ആക്കിയിട്ട് പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്. ആരാണ് അത് എന്നുള്ളത് നമുക്കേലും അടുത്ത എപ്പിസോഡ് കാണാം. വേറെ എന്താ പറയാം. അപ്പം ഞാൻ ഏതായാലും കാഴ്ചകൾ കാണാൻ വേണ്ടി തുടങ്ങട്ടെ, നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ തുടങ്ങട്ടെ അടുത്ത എപ്പിസോഡ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.